കർണാടകയിലെ ദക്ഷിണ കന്നഡയിൽ സ്ഥിതി ചെയ്യുന്ന തണ്ണീർബാവി ബീച്ചിലാണ് നമ്മളിന്നുള്ളത്. മംഗലാപുരത്തു നിന്നും ഏകദേശം 9 കിലോമീറ്റർ അകലെയാണ് തണ്ണീർബാവി ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. തണ്ണീർബാവി ബീച്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വെൽക്കം ടു ലാസ്റ്റ് പോയിൻ്റ്. കാസർഗോഡ് നിന്നുമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. തലപ്പാടിയും ഉള്ളാളവും കഴിഞ്ഞ് നേത്രാവതി പാലത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മംഗലാപുരം ടൗണിൻ്റെ ഈ ഒരു ഭാഗത്ത് പൊതുവേ നല്ല തിരക്കുണ്ടാകാറുണ്ട്. 2 വിധത്തിലാണ് നമുക്ക് തണ്ണീർബാവി ബീച്ചിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. ഒന്ന് റോഡ് മാർഗവും മറ്റൊന്ന് ഫെറി വഴിയും. റോഡ് മാർഗം വരികയാണെങ്കിൽ മംഗലാപുരത്ത് നിന്നും ഉടുപ്പിയിലോട്ടുള്ള റോഡ് കയറി കൂലൂർ ബ്രിഡ്ജിലൂടെ ഗുരുപുര നദി കടന്ന് തൊട്ടടുത്തുള്ള ലെഫ്റ്റ് റോഡ് പിടിക്കുക. മംഗലാപുരം പോർട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ലെഫ്റ്റിലോട്ടുള്ള റോഡാണ് തണ്ണീർബാവി ബീച്ചിലോട്ടുള്ള റോഡ്. കൂലൂർ ബ്രിഡ്ജിൽ നിന്നും ഏകദേശം 5 കിലോമീറ്ററാണ് തണ്ണീർബാവി ബീച്ചിലോട്ടുള്ള ദൂരം. അങ്ങനെ നമ്മൾ തണ്ണീർബാവി ബീച്ചിൻ്റെ പാർക്കിംഗ് ലോട്ടിലെത്തിയിരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തിപ്പെടാനുള്ള മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഫെറി വഴിയാണ്. ഇതാണ് ഇവിടുത്തെ ഫെറി സർവീസ്. തൊട്ടപ്പുറത്ത് കാണുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഫെറി സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് സുൽത്താൻ ബത്തേരി എന്നാണ്. മംഗലാപുരത്ത് സ്റ്റേറ്റ് ബാങ്ക് സ്റ്റോപ്പിൽ നിന്നും സിറ്റി ബസ്സുകൾ സുൽത്താൻ ബത്തേരിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. 16, 16A എന്നീ നമ്പറുകളിലുള്ള ബസ്സുകളാണ് സുൽത്താൻ ബത്തേരിയിലേക്ക് സർവീസ് നടത്തുന്നത്. ഇതാണ് ഫെറി സർവീസിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഗൂഗിൾ പേയും പേടിഎം ഒന്നും ഇവിടെ ആക്സെപ്റ്റബിൾ അല്ല. ഫെറി സർവീസിൻ്റെ ടൈമിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തണ്ണീർബാവി ബീച്ചിലോട്ടുള്ള എൻട്രൻസ് ഫീസ് ഉണ്ട്. 20 രൂപയാണ് ഒരാൾക്ക് തണ്ണീർബാവി ബീച്ചിലോട്ടുള്ള എൻട്രൻസ് ഫീസ്. പിന്നെ പാർക്കിംഗ് ഫീസ് 20 രൂപയും. ഇവിടെ ചെറിയൊരു ഐസ്ക്രീം ഷോപ്പും ഫുഡ് കോർട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമുക്ക് കയറുന്ന വഴിയിൽ തന്നെ കാണാം. ഈ ബീച്ചിൽ നമുക്ക് കടലിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, കാരണം അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഉള്ളത് കാരണമായിരിക്കാം. തണ്ണീർബാവി ബീച്ച് ഒരു ബ്ലൂ ഫ്ലാഗ് ബീച്ചാണ്.
ഇന്ത്യയിൽ തന്നെ 13 ബ്ലൂ ഫ്ലാഗ് ബീച്ചുകളാണുള്ളത്. അതിലൊന്നാണ് തണ്ണീർബാവി ബീച്ച്. ഈ ബീച്ച് മംഗലാപുരം പോർട്ടിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്. ഈ 2 വീരന്മാരപ്പരാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ടൊരു പരിചയം പോലും കാണിക്കുന്നില്ല. എന്തൊരു അഭിനയം നോക്കിയാൽ. തണ്ണീർബാവി ബീച്ചിനോട് ചേർന്ന് തന്നെ 15 ഹെക്ടറോളം വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന തണ്ണീർബാവി ട്രീ പാർക്ക് കൂടി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ വനഭാഗം തണ്ണീർബാവി ട്രീ പാർക്കിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മംഗലാപുരം ഭാഗത്ത് വരുന്നവർക്ക് കാടിൻ്റെ കുളിർമയും കടലിൻ്റെ മനോഹാരിതയും ആസ്വദിക്കുന്നതിന് ഒരു സായാഹ്നം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തണ്ണീർബാവി ബീച്ച് നല്ലൊരു ഓപ്ഷനായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.